സ്വാഗതം. 1984 SLC ബാച്ചിന്റെ 3ാമത് റീയൂണിയനിലേക്ക്, റീയൂണിയൻ സീസൺ 3. അതെ, എല്ലാ കൂട്ടുകാരെയും ചങ്കുകളെയും ചങ്ങാതിമാരെയും സ്വാഗതം ചെയ്യുന്നു. ഫാമിലി സഹിതം എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒന്നോ രണ്ടോ ഒരു അങ്ങനെ നമ്മുടെ 3ാമത് റീയൂണിയനിലുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു റീയൂണിയൻ പോലും നടത്താൻ സാധിക്കാതിരുന്ന അവസരത്തിലാണ് 3ാമത് പ്രാവശ്യം ഫാമിലി സഹിതം ഞങ്ങൾ നടത്തുന്നത്. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. നിന്നിളം കൂട്ടിൽ ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. ചില്ല ഇന്നു പൂവിട്ടുവോ. പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ. തേൻ കിളിയേ നീരൻ ചിരിതൻ മഴയിൽ പാട്. തേൻ കിളിയേ നീ മെല്ലെ മഴവിൽ നിറവും ചൂട്. നല്ലൊരു കാലം വന്നേ നീ കുഞ്ഞു കിനാക്കൾ തേട്. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. നിന്നിളം കൂട്ടിൽ ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ.
പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ. ഇതിൽ നിന്ന് കുറച്ച് 5 ഓരോന്നെടുത്തും കൊടുക്കില്ല. സുരേന്ദ്രനെ കൊടുക്കും ഒരെണ്ണെടുത്ത് കൊടുത്തിട്ട് അത് ഒരെണ്ണം വിളിച്ചിട്ട് അവരെ വിളിക്കും. അവളാണെങ്കിൽ രാധ കേബി ഉണ്ടോ? ഇല്ല. അപ്പം അടുത്തെടുത്ത് കൊടുക്കും. ശുഭ ശശികലയില്ല. ജോസഫില്ല. പ്രിയ വന്നില്ലല്ലോ. ഏലിയാസിന് നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ വർഷം അടുത്തത് വർഗീസ് TV ക്ഷണിക്കുന്നു. പുഷ്പകൻ ഉടുമ്പുറത്ത് സന്മന, ഞാൻ ഓർക്കുന്നില്ല സന്മനന്. പിന്നെ ഷീജയെ കാണുമായിരുന്നു, അതിനകത്ത് തൊട്ടുമുമ്പ് കാണുമായിരുന്നു. എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എല്ലാവരും 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്നാണ്. രജീവൻ്റെ പേര് ശരിയില്ല, ഞാൻ രജീവനും കൂടി വിളിക്കും. എല്ലാവരും 1 മിനിറ്റ് പ്രാർത്ഥിക്കും. എല്ലാവരുടെ അനുവാദത്തോടു കൂടി പൂരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. സുരകോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികാല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും. ഒരു തയ്യാറെടുപ്പില്ലായിരുന്നു. ഇങ്ങനെ ഒരു സ്വാഗത പ്രസംഗം പറയണമെന്നുള്ളൊരു മുൻകൂട്ടി ഒരു അറിയിപ്പ് തന്നിരുന്നുവെങ്കിൽ ചില തയ്യാറെടുപ്പുകളായിരുന്നു. ഞാനേലും കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്ന ആൾക്കാരെയൊന്നും കാണുന്നില്ല, എന്ത് പറ്റിയെന്നറിയില്ല. 2 സൈഡിൽ നിന്നും ഇന്നും ഇച്ചിരി കൂടുതൽ ഈ ഭാഗത്താണെന്ന് തോന്നുന്നു ആൾക്കാരുടെ പ്രാതിനിധ്യം കൂടുതൽ. എന്താണേലും ഈ യോഗത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നല്ല നമസ്കാരം. പിന്നെ ഇലക്ഷൻ്റെ ഉദ്ഘാടനം, ഇലക്ഷൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് പോയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പേര് വരാമെന്ന് പറഞ്ഞു. കുറച്ചൊരു പള്ളിയിൽ പോയിട്ട് വരാമെന്നൊക്കെ കൂടെ പറഞ്ഞിട്ടുണ്ട്. വരുമായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ സീസൺ 3 1984 ബാച്ച് SSC ബാച്ചിൻ്റെ സീസൺ 3 ആണ് നമ്മളിവിടെ ഇന്ന് നടത്തുന്നത്. ഒരു പ്രാവശ്യം പോലും ഇതേപോലെ ഒരു റീയൂണിയൻ നടത്താത്ത ഒത്തിരി ബാച്ചുകളുണ്ട്. അവരെന്നോട് ഞാനുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഒരു പ്രാവശ്യം കൂടി ഒന്നും നടത്തുക. നമ്മുടെ ഫസ്റ്റ് ബാച്ച് 83. ഇങ്ങനെ റീയൂണിയൻ
ഇപ്പോൾ 2 റീയൂണിയൻ ഓൾറെഡി കഴിഞ്ഞു. നല്ല രീതിയിൽ മൂന്നാമത് ഒരു റീയൂണിയൻ നമ്മൾ അതിന് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 തവണയും നല്ല രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ചില അസുഖ കാരണങ്ങൾ, അതേപോലെ അങ്ങനെയുള്ള മറ്റ് ചില ഫാമിലി കാര്യങ്ങളൊക്കെ കാരണം പല ആളുകൾക്കും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. കുറച്ച് പേരൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ 2 പിന്നെ നമ്മുടെ ഇന്ന് രാവിലെ ഗുഡ് മോർണിംഗ് അയക്കുന്ന 2 പേരാവട്ടെ, അതൊക്കെ മറന്നുപോയി പറയുന്നു. അതില് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും എന്നെ വിളിച്ച് ആശ്വസിക്കാനും എൻ്റെ ഫാമിലിയെ വിളിച്ച് ആശ്വസിക്കാനും ഒക്കെ ഇതിനകത്ത് പലരും നിരന്തരമായിട്ട് എന്നെ കൊണ്ട് അതെനിക്കൊരു വലിയ ഊർജ്ജമായിട്ട് തന്നെയായിരുന്നു എനിക്ക് ആ സമയങ്ങളിൽ. ഞാൻ ആശുപത്രിയിൽ, അതായത് സെപ്റ്റംബർ 2-ാം തീയതി ഞാൻ ട്രെയിൻ ബാങ്കിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്ക് വെച്ച ഒരു പ്രോബ്ലമായി ഭാഗം. അങ്ങനെ കോയമ്പത്തൂർ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നേരെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. തിരുവോണം സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള തിരുവോണം ഐസി കിടക്കായിരുന്നു. ഐസി കിടക്കുമ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ നോക്കുമായിരുന്നു, ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ അതോ മുന്നോട്ട് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ആലോചന എനിക്ക് തോന്നി. വീണ്ടും എൻ്റെ എല്ലാ പ്രാവശ്യവും എൻ്റെ ചങ്ക് കൂട്ടുകാരെ നേരി കാണാനുള്ള ഭാഗ്യം നിങ്ങളുടെയും കൂടെ പ്രാർത്ഥന അതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ജഗദീശ് എന്നതിൽ നിങ്ങളോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. എനിക്ക് സന്തോഷം നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നതിന്. ഓക്കെ, അപ്പം വലുതായിട്ടൊന്നുമില്ല. ഞാനൊരു ചെറിയൊരു എന്താ പറയുക, ഒരു കലണ്ടർ എല്ലാ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം പോട്ടായിരുന്നു, ഈ വർഷം നമ്മുടെ വീട്ടിൽ കഴിഞ്ഞാൽ ഒരു കലണ്ടർ വേണം. അപ്പം അത് ഞാൻ നമ്മുടെ എൻ്റെ കൂട്ടുകാരി സുജാതയ്ക്ക് ഓർത്തുകൊണ്ട് ഞാനത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എല്ലാവരെയും ഒരു ഒന്നിച്ച കണ്ടതിൽ ഞാൻ ആശംസ അർപ്പിക്കുന്നു. സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കുറച്ചുപേരെ മാത്രം ഇടയ്ക്കിടയ്ക്ക് കാണും, അവരെ മാത്രം പരിചയമുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ ഒരു ചെറിയൊരു ഓർമ്മ കിട്ടി. വളരെ മോശമായാണ്. ഇപ്പോൾ ഞാൻ KCB ജോലി ചെയ്യുന്നു. 2 മാസമായിട്ട് നിങ്ങളെ ഇത്രയും കണ്ടതിൻ്റെ നന്ദി. എല്ലാവർക്കും എൻ്റെ ആശംസ. ഒത്തൊരുമിച്ച് കൊണ്ടുവന്ന അവർക്ക് വേണ്ടി ഒരു ആശംസ. പിന്നെ എല്ലാ സഹപാഠികളെയും ഒരുപോലെ കണ്ട് സ്നേഹിക്കാനും കാണാനും പറ്റിയ ഒത്തിരി ആശംസകൾ. എല്ലാവരെയും ഒരുമിച്ച് ഒരേ തട്ടിൽ ആക്കാനും നമ്മുടെ സഹപാഠികളെ സുരേന്ദ്രൻ, ഉത്തരായൻ, അങ്ങനെ കുറേ നമ്മുടെ കൂട്ടുകാരികളുമുണ്ട്. ശോഭന വന്നിട്ടില്ല, അങ്ങനെ കുറേ പേര് വരാനുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് ഒത്തുകൂടുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ഞാനിപ്പോൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുവാണ്, എൻ്റെ ഇപ്പോൾ വലുതാകാനായിരുന്നു. കാരണം നമുക്ക് പണ്ടത്തെ പോലെ തന്നെ ആ കൊച്ചായിട്ട് ഒന്നും നമുക്ക് മറ്റൊന്നും അറിയണ്ട, കുടുംബക്കാരും അറിയണ്ട, കുട്ടികളുടെ അറിയണ്ട, ഒന്നും അറിയണ്ട. അങ്ങനെ സന്തോഷമായിട്ട് വീട്ടിൽ ഇവിടെ വരിക, ഇവിടെ കളിച്ച് ചിരിക്കുന്നു, പഠിക്കുന്നില്ല, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എല്ലാം ആശംസിച്ചിട്ട് ഞാൻ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. നമ്മൾക്കിപ്പോൾ 3ാമത്തെ റിയൂണിയനാണ് ഇവിടെ കൊണ്ടുവന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കൊണ്ടുവന്നത് നമുക്ക് താഴത്തെ ഹാളിലായിരുന്നു. ആ ഹാള് നിറച്ചു നമ്മുടെ സുഹൃത്തുക്കളൊക്കെയുള്ള ഹാള് നിറഞ്ഞിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് എന്തോ നോക്കാമെന്ന് ആളുകളുടെ എണ്ണം ചെയ്ത് കുറവാണ്. ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അസുഖത്തിൻ്റെ പാതയിൽ കൂടി നടന്നു പോകുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് സുഖമില്ലായ്മ വരും, കുടുംബത്തുള്ള ആളുകൾക്ക് സുഖമില്ലായ്മ വരും. പിന്നെ മാതാപിതാക്കളെ നോക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൊച്ചുമക്കളും. ഇപ്പോൾ നമ്മൾ 3ാം തവണയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നങ്ങൾ ഇതിന് പുറകിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിലും ഭാഗ്യരാജ് എല്ലാ രീതിയിലും തന്നെ നമ്മളെല്ലാം
അടുത്തതിൽ നിന്ന് ഓളിനോളായിട്ട് ഈ വിശദമായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടി കൊടുക്കുന്ന അതിൻ്റെ അങ്ങനെ കുറേ പേരുടെ പ്രയത്നത്തിന് ഫലം നമ്മൾ വീണ്ടും ഇവിടെ കണ്ടുമുട്ടിയത് അല്ലേ. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി കണ്ടുമുട്ടിയതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. സന്തോഷം പോലെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്, അതെനിക്കറിയാം. അങ്ങനെ ഈ ഒരു റീയൂണിയൻ പിന്നെ നടത്താനായിട്ട് നമ്മുടെ മൂന്നാമത്തെ റിയൂണിയൻ ഇന്നിവിടെ ഈ റിയൂണിയൻ നടത്താൻ വേണ്ടി പ്രയത്നിച്ച നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും അറിയാമല്ലോ. അവർക്ക് ആദ്യമായി ആശംസകൾ അറിയിക്കുന്നു. ഇപ്രാവശ്യം ഒരുപാട് പേര് കുറവാണ്. എല്ലാവരും ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കും ക്രിസ്മസൊക്കെ കഴിഞ്ഞായിരുന്നെങ്കിൽ കുറച്ച് പേരും കൂടെ വരുവാനെന്നൊക്കെ തോന്നുന്നു. എന്തായാലും ഇത്രയും പേരെങ്കിലും എത്തിയില്ല. ഇനി നമുക്ക് റിയൂണിയൻ നടത്തണം. മൈക്കിൻ്റെ മുമ്പിൽ നിന്നിട്ട് കാരണം ആ പുല്ലുമ്പുറത്ത് നിന്ന് ഭയങ്കര വർത്താനം പറഞ്ഞ ഞാൻ. പക്ഷേ അവിടെ ഇരുന്നപ്പോൾ തന്നെ അടുത്ത ഞാനാണല്ലോ പുറത്തുപേരുടെ ഇരുന്നത് ഇടുപ്പ് കേൾക്കാനും എനിക്ക് തന്നെ കേൾക്കാനും. ഇപ്പം മൈക്ക് എടുത്ത് ഇപ്പം അതിനും കൂടുതൽ വരയ്ക്കാനും തുടങ്ങി. കാരണം നമുക്ക് ചുമ്മാ ഫ്രീ ആയിട്ട് വർത്താനം പറയുന്നത് ആർക്കും മൈക്കിൽ കൂടെ തന്നെ അഭിമുഖമായിട്ട് നിങ്ങൾ വർത്താനം പറയുന്നു. പിന്നെ വരയ്ക്കുന്നുണ്ട്. പിന്നെ കാര്യം നമ്മളെല്ലാം കൂട്ടുകാരാണെങ്കിൽ പോകും. നമ്മൾ പറയുന്നത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം. ശ്രദ്ധിക്കണ്ട, നിങ്ങൾ വർത്താനം കൊണ്ടുവന്നാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നും. പിന്നെ നമ്മുടെ ഈ സംഘാടകർക്ക് കാരണം നമ്മൾ ഈ 10-100 പേരോളമാണ് നമ്മൾ സംഘടിപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ യൂണിയന് വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും, അതുപോലെ ഈ മണിക്ക സെറ്റിൻ്റെ ഈ പണിരിക്കുന്ന സിജു എല്ലാവരുടെ റിലേറ്റീവും എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ കല്യാണം കഴിച്ചതുമാണ്. 3 പ്രാവശ്യം മുന്നിനെ വിളിച്ച് കാണാൻ പറ്റി. ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്, എങ്കിലും ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഇവിടെ വന്ന എല്ലാ കൂട്ടുകാരെയും എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ എനിക്ക് പ്രസംഗം വരയ്ക്കുക, അതുകൊണ്ട് കഴിക്കുക എന്നാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ റിയൂണിയന് വരാനുള്ളത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. കാരണം അടുത്ത ശനിയാഴ്ച ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ ഘോഷിക്കാനുള്ളതാണ്. ഞാൻ മാറ്റി വെച്ചുകൊണ്ടാണ് ഒരാഴ്ചയിൽ ഇന്ന് തന്നെ പോകുന്നത്. അവർക്ക് നാഗരാജിന് ഒത്തിരി നന്ദി പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മാനം തന്നത് കൊണ്ട് റൂമിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പം അത് കണ്ട് കഴിഞ്ഞാൽ ചേട്ടനാണ് ഈ പ്രാവശ്യം യൂണിയനും പറഞ്ഞു ഇത്ര ആൾക്കാർ വരുന്നവരൊന്നും അല്ലേ പറഞ്ഞു ഈ പ്രാവശ്യം കുറവാണ് എന്ന്. അതൊന്നും സാധനമാക്കേണ്ട കാര്യമില്ല അല്ലേ. എന്തായാലും നമ്മുടെ വെല്ലിരിക്കുന്ന എല്ലാവരെയും ഞാൻ ആദ്യമായി തന്നെ ഒന്ന് ആശംസ അറിയിക്കുകയാണ്. അതിനുവേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്ന 3 വർഷമായി എങ്കിൽ പോലും എല്ലായ്പ്പോഴും മെസ്സേജുകളും അതുപോലെ തന്നെ ഓരോ കാര്യത്തിലും സുരേന്ദ്രനാണെങ്കിലും ബാലാജാണെങ്കിലും അതുപോലെ തന്നെ അനിലാണെങ്കിലും എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെ സുഖമില്ലാത്ത കാര്യങ്ങളാണ്. അവരുടെ എല്ലാവരുടെയും അടുത്ത് പോയി ഒരു കൂടപ്പുറത്ത് എന്ന നിലയിൽ എല്ലാവരുടെയും അടുത്ത് എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ഇല്ലാത്ത സമയം ഉണ്ടാക്കി അങ്ങനെ അത് ചെയ്യാൻ സാധിക്കുന്നത് വളരെ സന്തോഷം. എനിക്ക് ശരിക്കും അത് കണ്ടപ്പോൾ വളരെ ഒരു സന്തോഷം തോന്നി. അങ്ങനെ ഒരു 5 വർഷം എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 5 കിട്ടിയിട്ടുണ്ട് എനിക്ക്. പിന്നെ ഈ വർഷം കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ വന്നില്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് വീട്ടിൽ കിട്ടി. എനിക്ക് സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം. ആശംസ അർപ്പിക്കുന്നു. ഈ യോഗത്തിലേക്ക് ഹാർദവമായി സുരേന്ദ്രൻ, അതുപോലെ തേജാസ്, വർഗീസ്, കൃഷ്ണൻ്റെ കൃഷ, അജി, പിന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യമായിട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചത്. ഇന്ന് എത്ര പേര് വരും എന്നുള്ള ഒരു കാര്യത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സുരേന്ദ്രന് മെസ്സേജ് ഇട്ടു 30-40 ഇടയ്ക്ക് ആളുണ്ടാകുമെന്ന് പറഞ്ഞു. ഏതായാലും ഞാനിവിടെ വന്നിരുന്ന് ഓരോരുത്തരും വരുമ്പോൾ എണ്ണിക്കൊണ്ടിരുന്നു. ആദ്യം എണ്ണിയപ്പോഴൊക്കെ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കായിരുന്നു ഭൂരിപക്ഷം. ഇപ്പം വന്ന് ഞങ്ങൾ 15 അവർ 17 പേരുമായി. എന്നാലും എനിക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. രാവിലെ ഇഷ്ടംപോലെ തന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നു കാര്യമാണ്. നീ പോയിട്ടുണ്ടെങ്കിൽ മതി ഇടാമെന്ന് പറഞ്ഞൊക്കെ എല്ലാവരും പറഞ്ഞോട്ടോ. എൻ്റെ കൂട്ടുകാർക്കും ഇതിനു വേണ്ടി പ്രയത്നിച്ച സുരേന്ദ്രനും ബാബുരാജനും അതിന് പ്രത്യേകം നന്ദി. പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കണമെന്ന് നിർത്തുന്നു.
ശാലിനിക്കും കുടുംബാംഗങ്ങൾക്കും ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുന്നു. ബാബുരാജിനെ വെച്ച് നമ്മുടെ വേദിയിലേക്ക് വരിക. അടുത്തത് ഒരു കേക്കും കൂടി നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. ക്രിസ്തുമസ് പുതുവത്സര ചെയ്യുന്നതിനായിട്ട് നമ്മുടെ അംഗങ്ങളായ ഇന്ദിര, ഇപ്രാവശ്യം നമുക്ക് ആളെണ്ണത്തിൽ 5-6 കുറവുണ്ട് തോന്നുന്നു അല്ലേ? ഇപ്രാവശ്യം എനിക്ക് എത്താൻ പറ്റുമെന്ന് തോന്നിയതല്ല. പിന്നെ ഏതായാലും എല്ലാവരും ഒന്നിച്ച് കാണാൻ 2 വർഷത്തിന് ശേഷം കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പിടിപ്പിച്ച് വന്നായിരുന്നു. പിന്നെ എൻ്റെ മകനെ പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടി. ഇപ്പോൾ ഹരിയാനയിലാണ്. ഈ മാസം വരുവാണ്. പിന്നെ ഈ റീയൂണിയൻ അടുത്ത വർഷം ഇനി ആരൊക്കെ എപ്പോഴൊക്കെയാണ് തെരഞ്ഞെടുപ്പുറത്ത് കയറുന്ന അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അടുത്ത വർഷം ഉള്ളവരെല്ലാം വരണേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും കൂടെ കുത്തല്ലേ. പിന്നെ മനുഷ്യരുടെ എണ്ണം വളരെ കുറവായിട്ടാണ് എനിക്ക് പിന്നെ തോന്നിയത്. പക്ഷേ എല്ലാം തിരക്കിട്ട ജീവിതത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും മാറി ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഇതിനും കൂടാൻ ആർക്കും സമയം കിട്ടാത്തതുകൊണ്ടാണോ തിരക്കാണോ എന്ന് വെച്ചില്ല. എന്നിരുന്നാലും ഇവിടെ വന്നെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം 3-ാം റീയൂണിയനിലും ഇന്ദിര, ഫിർദോസ്, ഇവരെ 3 പേര് പ്രാവശ്യം 3ാമത്തെ റീയൂണിയനാണ് ഇന്നെത്താൻ പറ്റിയത്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മറ്റ് സദസ്സിരിക്കുന്ന കൂട്ടുകാരെ, ഈ വർഷം റീയൂണിയൻ നടക്കുകയെന്നാണ് ഞാൻ വിചാരിച്ചത്. പെട്ടെന്നാണ് ഒരു ദിവസം സുരേന്ദ്രൻ ഒരു മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു ഐ ആം ഓൾവേസ് റെഡി എന്ന് പറഞ്ഞു. പിന്നെ സുരേന്ദ്രൻ്റെ ഞങ്ങളായിട്ട് ബന്ധമൊന്നുമില്ല. ബാബുരാജൊക്കെ വിളിക്കുമായിരുന്നു. വനിതാ സുഹൃത്തുക്കളുടെ പ്രാതിനിധ്യം കൂടുതലുണ്ട്. ജെൻസിൻ്റെ ഭാഗത്ത് വളരെ മോശമാണ്. പണ്ട് ഇടയ്ക്കൊക്കെ ഷാബുവിനെയും കന്നത്ര ഷാബുവിനെയും വിളിച്ചപ്പോൾ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഈ ഇതിൻ്റെ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ മറ്റെല്ലാ കൂട്ടുകാരും ഈ ഒരു 40 വർഷം കഴിഞ്ഞു വന്നിട്ട് തോന്നുന്നു അല്ലേ?
വർഷം 40 വർഷം ഇനി ഇത്രയും കാണുമെന്ന് ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഏകദേശം അടിമാലിക്ക് യാത്ര പോകുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ രാജാക്കാട് കയറി ഇരുന്ന് ഞങ്ങൾ സീറ്റിലിരുന്നു. പെട്ടെന്നാണ് പുഷ്പജനെ ആ സീറ്റിൽ തന്നെ പുഷ്പജൻ വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഏലാസ് കമന്റ് പറഞ്ഞു, എടാ നമ്മൾ കുറെ കാലത്തിന് മുമ്പ് ഇങ്ങനെ ഈ ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചത് ഉറപ്പുണ്ടോ എന്ന്. അപ്പോഴാണ് പുഷ്പജൻ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ ഒത്ത് കൂടിയായിരുന്നു. 2025 റീയൂണിയൻ നമ്മൾ തുടർച്ചയായിട്ട് 3 വർഷം ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. അത് സാധിച്ചത് ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച ഒരു 4-5 പേര് അവർ അങ്ങോട്ട് യാത്ര പണിയെടുത്തിട്ടുണ്ട്. എന്നെ നേരിട്ട് പലരും വിളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നു, എനിക്ക് പരിപാടി പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചില്ല. പ്രത്യാശ കാരണം കൊണ്ട് ഞാൻ വന്നു, എല്ലാവരും കണ്ട് മൂവ് ചെയ്ത് ഈ പ്രാവശ്യം എനിക്ക് അതിന് പരിപാടി പങ്കെടുക്കാൻ സാധിച്ചു. അത് ഈ പരിപാടി സംഘടിപ്പിച്ച് ഇതിൻ്റെ തുണിൽ നമുക്ക് എല്ലാവരും നമ്മുടെ കൂട്ടുകാരും എല്ലാവർക്കും എത്തിയവർക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേരത്തെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുമ്പയുടെ പറഞ്ഞു സ്കൂളിലെ ഏറ്റവും ചെറിയ എന്തോ സാധനം ഏറ്റവും ചെറിയ ആളായിരുന്നു. അപ്പോൾ നമ്മുടെ പഴയ കഥ നോക്കുകയാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഗ്രൗണ്ടൊക്കെ നല്ലപോലെ നിരത്തി ഒരു കളി ഇവിടെ പന്ത് കളിക്കാമെന്ന് പറഞ്ഞൊരു ഗ്രൗണ്ടായി കഴിയുമ്പോൾ ആദ്യമായിട്ടൊരു ഫുട്ബോൾ മേടിക്കുകയാണ് സ്കൂളിൽ. അപ്പോൾ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഫുട്ബോൾ കളിക്കാൻ. ഗ്രൗണ്ടിൽ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാക്കാരും മറ്റേ രാജുവിനും ഈ ഷാജു അതുപോലെ എല്ലാവരുടെ പേരെ ഓർക്കുന്നില്ല. നമ്മൾ ആഗ്രഹത്തോടെ നമ്മൾ ചെറിയവനായതുകൊണ്ട് എന്ത് ചെയ്യും, ഇവർ ഈ പന്തുകളിൽ നിന്ന് ഇവൻ ചെറിയവനാണെന്ന് പറഞ്ഞാൽ പെണ്ണേന്ന് കേട്ടിട്ടുണ്ട്. എല്ലാവരും ഹൃദയത്തിൽ നിന്ന് നിലവിലുന്ന ഉള്ളൊരു ചിരിയാണ് എല്ലാവരുടെയും മുഖത്തുള്ളത്. കാരണം സംതൃപ്തിയോടുകൂടിയുള്ള ഒരു ചിരി അല്ലേ എല്ലാവരുടെയും മുഖത്തുള്ളത്. ആ ഒരു സന്തോഷമാണ് നമ്മൾ ഈ കൂട്ടായ്മകളെ പങ്കുവയ്ക്കുന്നത്. ആ സന്തോഷം ഒരിക്കലും നമ്മളിൽ നിന്നും മാറാതിരിക്കട്ടെ. എല്ലാവരും നല്ല രീതിയിൽ ഒരു കുടുംബം പോലെ നമുക്ക് കഴിയാനുള്ള ഈ ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് കൂടി ഒരു കുടുംബം പോലെ കഴിയാനുള്ള ഒരു അവസരം ദൈവം ദൈവത്തോട് നന്ദി പറയാം. നമ്മളൊന്നും ഇങ്ങനെ അയക്കണം. നമ്മൾ എല്ലാവരും പരാതി പറഞ്ഞ് ഒത്തിരി പേര് വന്നില്ല. എല്ലാവർക്കും അവരുടേതായ ഒരുപാട് തിരക്കുകളുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ എല്ലാവരും ജീവിച്ചു പോകുന്നത്. ഈ യോഗം നിയന്ത്രിക്കുന്ന സുരേന്ദ്രൻ, എല്ലാവരെയും കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷം. തുടർന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പുതുവർഷവും എല്ലാവർക്കും നന്ദിയുണ്ട്. പക്ഷേ സൂക്ഷിച്ചു പോയി നമ്മുടെ പരിപാടികൾ. ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിലും കുറേ പേരൊക്കെ വരാനായി എന്താ ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരുടേതായ ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ സുരേന്ദ്രന് കുറേ ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ബാബുകാരും അതുകൊണ്ടാണ് നമുക്കുണ്ടായിട്ടുണ്ട്. പുതുതായിട്ട് ഈ പ്രാവശ്യം വന്ന എന്തോസ ഏരിയാസ് അവരെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. എല്ലാവർക്കും പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നമ്മൾ പലർക്കും പല സാഹചര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ആ സാഹചര്യങ്ങൾ കൊണ്ടാവാം വരാത്തത്. ഇന്ന് പുതിയ ഭരണസമിതിയൊക്കെ ചാർജ് എടുക്കുന്ന ദിവസമാണ്. സത്യപ്രതിജ്ഞയുണ്ട്. ഇലക്ഷൻ്റെ അന്നൊക്കെ ഇലക്ഷന് വേണ്ടിയൊക്കെ ഫുൾ വർക്ക് ചെയ്ത ആളുകളൊക്കെ ആ സത്യപ്രതിജ്ഞയ്ക്ക് മാറി നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചിലർക്ക് അവരുടെ പേഴ്സണലായിട്ടോ കുട്ടികളുടെയോ മാതാപിതാക്കളുടെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടാവാം വരാത്തത്. നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി. വീണ്ടും നമ്മുടെ ഈ റീയൂണിയൻ അടുത്ത വർഷവും ഉണ്ടാവും. നമ്മളിവിടെ ചിലർ പറഞ്ഞതുകൊണ്ടൊക്കെ ചാനലിൽ പറഞ്ഞതുകൊണ്ടൊക്കെ ഒന്നുമായിട്ടുള്ള ജീവിതം കുറഞ്ഞിട്ടേ ഉള്ളൂ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ സർവീസിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാം നമ്മളുടെ സർവീസ് കാര്യം കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം കാര്യത്തിൽ ഒരിക്കലും സമയം കിട്ടാറില്ല. ഇപ്പൊ എനിക്കിനി പറയുകയാണെങ്കിൽ ഇനി 8
9 മാസമാണെങ്കിൽ സർവീസ് അവശേഷിക്കുന്നത്. ആ 9 മാസം കഴിയുമ്പോഴത്തെ പ്ലാൻ ഇപ്പം തന്നെ ഞാൻ കുറേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. കാരണം അത് കഴിയുമ്പോഴാണ് അടുത്ത പരിപാടി തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ മരിച്ചു പോവുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ അതിട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തേക്കിന് വേറെ ഒന്നും ദയവായി ഗ്രൂപ്പിൽ ഇടാതിരിക്കുക. ഇത് നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ഇട്ടിട്ടോ വെഡിങ് ആനിവേഴ്സറി ഇട്ടിട്ടോ. നമ്മളിപ്പോൾ 3 വർഷമായി ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. 3-ാമത്തെ തവണയാണ് ഇപ്പോൾ റീയൂണിയൻ നടത്തുന്നത്. ആദ്യമൊക്കെ അല്ലേ എല്ലാവർക്കും ഓരോ ദിവസത്തേക്കും ഇപ്പം അന്നങ്ങോട്ട് കഴിഞ്ഞ 2-ാം തവണ എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആളുകൾ കുറഞ്ഞു. അത് പക്ഷേ ഒരു നെഗറ്റീവായിട്ട് ഞാൻ കാണേണ്ടതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യങ്ങളാണ്. നമ്മളെല്ലാം വ്യത്യസ്ത സാഹചര്യത്തിലൂടെ പോകുന്നവരാണ്. ഓരോരുത്തർക്ക് അവരുടേതായ വിഷയങ്ങളുണ്ടാവും. കുടുംബത്തിലെ കാര്യങ്ങൾക്ക് ഒരു പരിധി വിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും മാറി നിൽക്കണമെന്ന് മാത്രം വിചാരിക്കുക. പിന്നെ ഇത്രയും പേർക്കെങ്കിലും കൂടി കാണാനും സന്തോഷിക്കാനും പറ്റിയില്ലേ, അതൊക്കെ വലിയ രചിതമായിട്ട് തന്നെ നമ്മൾ വിചാരിക്കുക. പിന്നെ ഗ്രൂപ്പിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ നോക്കാൻ സൗകര്യം കിട്ടിയെന്നുണ്ടാവില്ല. അതൊന്നും ഒരു വലിയ നെഗറ്റീവല്ല. പക്ഷേ എങ്കിലും ആൾക്കാരൊക്കെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അതിനൊക്കെ ഒരു ബർത്ത്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വരുമ്പോൾ എങ്ങനെ പോയ ഒരു 40 പേരെങ്കിലും ഗ്രൂപ്പിൽ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെന്നല്ല. പിന്നെ ഓരോ സാഹചര്യങ്ങൾക്കും ആൾക്കാർ അത്ര അപ്പം ഗ്രൂപ്പ് നമ്മളെ കഷ്ടപ്പെട്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവരും ചേർന്നുണ്ട്. 3 വർഷമായിട്ട് വളരെ ഭംഗിയായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് മറ്റുള്ള വ്യക്തതയാണ് പറഞ്ഞത് ഗ്രൂപ്പിനെ പറ്റി. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് എനിക്കും പറയുന്ന ഉദാഹരണമാണ്. എൻ്റെ ചേച്ചിയൊക്കെ, അതായത് എന്നെ കണ്ടും ഒരു 4 വയസ്സ് മൂത്ത എൻ്റെ ചേച്ചി, ആ ചേച്ചിയൊക്കെ പഠിക്കുന്ന കോളേജിൽ പഠിച്ച ഒരു റീയൂണിയൻ അടുത്ത കാലത്ത് ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ 5 വർഷം മുമ്പ് അത് അടിമാലി വെച്ചാണ് റീയൂണിയൻ നടന്നത്. റീയൂണിയൻ കഴിഞ്ഞു, അവരൊരു 10-20 പേരുണ്ടായിരുന്നു. റീയൂണിയൻ കഴിഞ്ഞ് സംഭവം കഴിഞ്ഞ് വീട്ടിൽ പോയി. പിറ്റേ ദിവസം തൊട്ട് അതിനകത്ത് ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആയി വന്നു. ഒരാഴ്ച കഴിഞ്ഞു, 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ആ ഗ്രൂപ്പിനകത്ത് ചില ഞരമ്പ് രോഗികൾ കയറി കൂടിയിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ രാത്രി 10 മണിക്ക് വിളിക്കുക, 12 മണിക്ക് വിളിക്കുക. ഇങ്ങനെ പിറവിക്കു ശേഷമുള്ളോരോ നിമിഷവും മരണത്തിലേക്കുള്ള യാത്ര, മരണത്തിലേക്കുള്ള യാത്ര. ഞാനെന്തു നേടി മണ്ണിൽ, നീ എന്തു നേടി മണ്ണിൽ, ഞാനെന്തു നേടി മണ്ണിൽ, നീ എന്തു നേടി മണ്ണിൽ. നേടിയതെല്ലാം മണ്ണിനു നൽകി, മണ്ണിലറിയാനുള്ള യാത്ര, ഈ മണ്ണിലറിയാനുള്ള യാത്ര, മണ്ണിലറിയാനുള്ള യാത്ര. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഞാനും പാട്ട് പാടി വരുമ്പോൾ മറന്നുപോകും. ഞാനും ഇന്നത്തോടും പാടാം. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാപഞ്ഞാൻ ദാഹജലം തരുമോ, ദാഹജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാപഞ്ഞാൻ ദാഹജലം തരുമോ, ജലം തരുമോ. പൊന്നാടയിട്ട് ആദരിക്കുന്നു.
അതുപോലെ തന്നെ ഗ്രൂപ്പിൽ വരുന്നത് കൂടാതെ തന്നെ എല്ലാവരും പരസ്പരം മെസ്സേജ് അയക്കുകയും ഫോൺ വിളിക്കുകയും കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഈ സൗഹൃദം മുമ്പോട്ട് ഭംഗിയായിട്ട് കൊണ്ടുപോവുക. എൻ്റെ കടമ. ഇതിനു മുമ്പ് ആശംസ പറയാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവും എന്നൊരു വാക്കുകൂടെ പറഞ്ഞപ്പോഴത്തേനും റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് കടക്കുന്ന ഓരോരുത്തർക്ക് അത് വലിയ ചങ്കി കുത്തിയ പിച്ചാത്തി കണക്കായിപ്പോയി. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രാരാബ്ദങ്ങളും ബാധ്യതകളും എല്ലാം ഉണ്ടെങ്കിലും ആ സമയത്ത് അവർക്ക് ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ജോലിയുടെ ഭാരം അത് കഴിഞ്ഞിട്ട് സ്വതന്ത്രമായി കഴിഞ്ഞപ്പോഴത്തേനും 50 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ പണിയെടുത്ത് മടുത്തിരിക്കുന്നു, അവർ പണിയെടുത്തിട്ട് ജീവിക്കാൻ തുടങ്ങുന്നു അപ്പോഴാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു സങ്കടമാണ്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് മുഖം തിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗം പരിപാടി മാറ്റം വരുത്താൻ പറ്റില്ല. അവിടെ കൂട്ടോ കഴിച്ചോ.